സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ 4.4 ലക്ഷം വിദേശ തൊഴിലാളികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ വിതരണം ചെയ്തതായി പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. അതേസമയം നിയമലംഘകരായ 29,219 ഇന്ത്യക്കാർ ഔട്ട് പാസിന് സമീപിച്ചതായി ഇന്ത്യൻ എംബസി പറഞ്ഞു. മാർച്ച് 29-ന് ആരംഭിച്ച പൊതുമാപ്പ് കാലാവധി അവസാനിക്കാൻ ഇനി 13 ദിവസമാണ് ബാക്കിയുള്ളത്. പൊതുമാപ്പ് കാലാവധി 77 ദിവസം കഴിഞ്ഞപ്പോൾ 4,04,253 നിയമലംഘകർക്ക് ഫൈനൽ എക്സിറ്റ് അനുവദിച്ചതായി പാസ്പോർട്ട് വകുപ്പ് മേധാവി മേജർ ജനറൽ സുലൈമാൻ അലേഹിയ അറിയിച്ചു. പൊതുമാപ്പിൽ പിഴയും ശിക്ഷയുമില്ലാതെ 1 ലക്ഷം വിദേശ തൊഴിലാളികൾ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങി. ഫൈനൽ എക്സിറ്റ് നേടിയ 3 ലക്ഷത്തിലധികം തൊഴിലാളികൾ സൗദിയിൽ കഴിയുന്നുണ്ട്. ഇവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും സുലൈമാൻ അലേഹിയ ആവശ്യപ്പെട്ടു. പൊതുമാപ്പ് കഴിയുന്നതോടെ രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലും പരിശോധന വ്യാപിപ്പിക്കും. നിയമലംഘകരില്ലാത്ത രാജ്യം ക്യാമ്പയിനിൽ 14 സർക്കാർ വകുപ്പുകൾ സംയുക്തമായാണ് പ്രചാരണം നടത്തുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് പുറമെ വിവിധ വകുപ്പുകളും പരിശോധനകളിൽ പങ്കാളികളാകും. പിടിയിലാകുന്നവരുടെ ഇഖാമ പദവി ശരിയാക്കുന്നതിന് ഫീസും പിഴയും അടയ്ക്കണം. ഇവരെ നാടുകടത്തുമെന്നും പുതിയ വിസയിൽ മടങ്ങിവരാൻ അനുവദിക്കില്ലെന്നും പാസ്പോർട്ട് വകുപ്പ് മേധാവി മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 29,219 ആയെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇവരിൽ 28,807 പേർക്ക് ഔട്ട് പാസ് വിതരണം ചെയ്തതായും ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ അനിൽ നോട്ടിയൽ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമത്തിന് സമയം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സ്മാർട്ട് പരിശോധനാ സംവിധാനം നടപ്പാക്കുന്നു. മനുഷ്യവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പരിശോധനകൾ നടത്തുക. സൂര്യന്റെ ഉച്ചവേലിൽ കാഠിന്യമേൽക്കാതെ തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം നൽകാൻ 12:30 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് വിശ്രമ സമയം. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഉച്ചവിശ്രമം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഉച്ചവിശ്രമം അനുവദിച്ചിരിക്കുന്നത്. ചൂടുകാലത്ത് ഉച്ചവിശ്രമം അനുവദിക്കേണ്ടതിന്റെ ആവശ്യകതകൾ ചൂണ്ടിക്കാട്ടി സ്ഥാപന ഉടമകൾക്കും തൊഴിലാളികൾക്കും ജൂൺ 7 മുതൽ മന്ത്രാലയം നോട്ടീസുകൾ നൽകൽ ആരംഭിച്ചതായി സ്മാർട്ട് പരിശോധനാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മഹർ അൽ ഉബൈദ് അറിയിച്ചു. ഉച്ചവിശ്രമ സമയത്തിന് മുൻപ് തന്നെ മന്ത്രാലയം പ്രതിനിധികൾ ഓരോ കേന്ദ്രങ്ങളിലുമെത്തി തൊഴിലാളികൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ പരിശോധിക്കും. ഓരോ എമിറേറ്റുകളിലും പ്രത്യേക പരിശോധനാ സംഘങ്ങളെ ഇതിനായി നിയമിക്കും. 60,000 പരിശോധനകൾ സംഘം ഇക്കാലയളവിൽ നടത്തും. അബുദാബിയിൽ 3 സംഘങ്ങളായാണ് പരിശോധന നടത്തുക. അലൈനിൽ 2, ദുബായിൽ 4, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജേറ എന്നിവിടങ്ങളിൽ 2 സംഘങ്ങളും ഉമൽ ഖ്വൈനിൽ 1 സംഘവും പരിശോധന നടത്തും. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തും. 2 ഘട്ടങ്ങളിലായി 8 മണിക്കൂറാണ് ജോലി സമയം. ഇതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്ക് തത്തുല്യമായ ഓവർ ടൈം വേതനം നൽകണം. ഒരു തൊഴിലാളിക്ക് വിശ്രമം അനുവദിച്ചില്ലെങ്കിൽ 5,000 ദിർഹവും 10-ൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പരമാവധി 50,000 ദിർഹവും സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തും. ഉച്ചസമയത്ത് ജോലി നിർത്തിവെക്കാൻ പറ്റാത്ത സാഹചര്യം തൊഴിൽദാതാക്കൾ മുൻകൂട്ടി മന്ത്രാലയത്തിൽ അറിയിക്കണം. ആ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് AC സൗകര്യവും തണുത്ത വെള്ളവും ഉപ്പ്, ചെറുനാരങ്ങ, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ എന്നിവയടക്കം ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ലഭ്യമാക്കണം. വൈദ്യുതി ലൈനുകൾ നന്നാക്കൽ, ജലവിതരണ സംവിധാനം നന്നാക്കൽ, അഴുക്കുചാലുകൾ നന്നാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ, റോഡുകളിലെ ഗതാഗത കുരുക്ക് നേരെയാക്കൽ, പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ജോലികൾ തുടങ്ങി ഒഴിവാക്കാനാകാത്ത തൊഴിൽ സാഹചര്യങ്ങളിൽ ഉച്ചവിശ്രമത്തിന് നിർബന്ധമില്ല. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഒമാനിൽ സർക്കാർ വിഭാഗങ്ങളിലെ ജോലിക്കാരായ വിദേശ തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന മെഡിക്കൽ അവധിയുടെ കാലാവധി പരിധി സർക്കാർ എടുത്തുകളഞ്ഞു. നിയമ ഭേദഗതി വരുത്തി സിവിൽ സർവീസ് കൗൺസിലാണ് ഉത്തരവിറക്കിയത്. 4 മാസം മാത്രമാണ് ഇതുവരെ മെഡിക്കൽ അവധിയായി അനുവദിച്ചിരുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ അനുമതിയോടെ ജോലിക്കാർക്ക് ആവശ്യമുള്ള മെഡിക്കൽ അവധി ലഭിക്കും. ജൂൺ 6 മുതലാണ് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. അതത് വിഭാഗങ്ങളുടെ തലവന്മാർക്ക് അവധി ദിവസം നിശ്ചയിക്കാനും അത് ആവശ്യത്തിനനുസരിച്ച് ദീർഘിപ്പിക്കാനും സാധിക്കും. വിശദമായ ചർച്ചകൾക്ക് ശേഷം സിവിൽ സർവീസ് കൗൺസിലാണ് സിവിൽ സർവീസ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. നിയമകാര്യ മന്ത്രാലയം ഇത് ഔദ്യോഗികമായി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2004-ൽ പുറത്തിറങ്ങിയ റോയൽ ഡിഗ്രി 120 പ്രകാരമാണ് ഇതുവരെ 4 മാസം വരെ മെഡിക്കൽ അവധി അനുവദിച്ചിരുന്നത്. വിദേശികളായ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പുതിയ ഉത്തരവ് ഏറെ ഗുണം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള കുവൈത്ത് അമീർ ഖേഷ് സബ് നടത്തിവന്നിരുന്ന നയതന്ത്ര ഐക്യങ്ങൾക്ക് അറബ് ലീഗ് പിന്തുണ പ്രഖ്യാപിച്ചു. മേഖലയുടെ സുരക്ഷയ്ക്കും GCC ഐക്യത്തിനും അമീർ നടത്തിവന്നിരുന്ന ശ്രമങ്ങൾ അനിവാര്യവും ശ്രദ്ധേയവുമാണെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അറിയിച്ചു.
ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ നടത്തിവരുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് അറബ് ലീഗിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അറബ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയിൽ അറബ് ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ അറബ് ലീഗ് സംയുക്തമായി പ്രഖ്യാപിക്കുന്നതായി കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രഖ്യാപിച്ചത്. അമീർ ഷെയ്ഖ് സബ നടത്തിവരുന്ന നയതന്ത്ര ശ്രമങ്ങൾ പ്രശ്നപരിഹാരത്തിന് അനിവാര്യമാണെന്നും GCC അംഗരാജ്യങ്ങളുടെ ഐക്യത്തിനും കെട്ടുറപ്പിനും അമീറിന്റെ നീക്കങ്ങൾ ഏറെ ഗുണകരമാവുമെന്നും അറബ് സെക്രട്ടറി ജനറൽ അറിയിച്ചു. അതേസമയം അമീറിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ചർച്ചകൾ കൂടുതൽ ശക്തിയോടെ തുടരുമെന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബ വെളിപ്പെടുത്തി. ഇതിനിടെ ജോർദാനിലെ അബ്ദുള്ള രാജാവ് രണ്ടാമനും പ്രതിനിധി സംഘവും കുവൈത്തിലെത്തി അമീർ ഷെയ്ഖ് സബയുമായി കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കഴിഞ്ഞ മാസം സൗദി അറേബ്യയിലെ ഖത്തീഫിൽ കാറിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് നിരവധി ആക്രമണങ്ങളിൽ പങ്കുള്ളതായി തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 5 മാസം മുമ്പ് മോഷണം പോയ കാറാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നതെന്നും മന്ത്രാലയം വക്താവ് പറഞ്ഞു. മോഷ്ടിച്ച കാറിൽ സ്ഫോടക വസ്തുക്കളും യന്ത്രത്തോക്കുകളുമായി ഭീകരർ രക്ഷപ്പെടുന്നതിനിടെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിലാണ് സ്ഫോടനത്തിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടത്. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഭീകരരുടെ DNA ടെസ്റ്റിലാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. 8 മാസം മുമ്പ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഫാസിൽ അബ്ദുള്ള മുഹമ്മദ് അൽ ഹമാദ, സുരക്ഷാ വകുപ്പ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച മുഹമ്മദ് ഹസൻ അൽ സുവൈമിൽ എന്നിവരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. 3 വർഷത്തിനിടെ ദമാം, താറൂത്ത്, ഖത്തീഫ് എന്നിവിടങ്ങളിൽ 10 സുരക്ഷാ ഭടന്മാർ കൊല്ലപ്പെടാൻ ഇടയായ ആക്രമണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ട്. ഖത്തീഫിലെ അൽനാബിയയിൽ ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന വാഹനം കൊള്ളയടിച്ചതിൽ ഫാസിൽ അൽ ഹമാദ പങ്കെടുത്തിരുന്നു. ഖത്തീഫിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചതിലും പോലീസിന് നേരെ നിറയൊഴിച്ചതിലും ഇവർ പങ്കാളികളാണ്. ഇവർ ഉപയോഗിച്ച കാറിൽ നിന്ന് കണ്ടെത്തിയ തോക്കുകളിൽ ഒന്നാണ് ഖത്തീഫ് പോലീസ് സ്റ്റേഷന് നേരെ വെടിയുതിർത്ത് സുരക്ഷാ ഭടനെ കൊലപ്പെടുത്തിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞതായും ആഭ്യന്തര മന്ത്രാലയം വക്താവ് മൻസൂർ അൽ തുർക്കി പറഞ്ഞു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സുരക്ഷാ ഭടന്മാർ കാറിന് നേരെ നടത്തിയ വെടിവെപ്പിൽ വാഹനത്തിൽ ഒളിപ്പിച്ചിരുന്ന സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഭീകരർ കൊല്ലപ്പെട്ടതെന്നും മൻസൂർ അൽ തുർക്കി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. പുണ്യമാസത്തിൽ വിശ്വാസികൾക്കായുള്ള വിപണി ലക്ഷ്യമാക്കി ഷാർജയിൽ റംസാൻ നിശാചന്ത വ്യാഴാഴ്ച തുടങ്ങും. അൽതവാനൂലിലെ എക്സ്പോ സെന്ററിൽ ഷാർജ ചേംബർ ഓഫ്